ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ക്രിസ്മസിന് ഇനി ഏതാനും ദിനങ്ങൾ കൂടിയേ ഉള്ളൂ. എല്ലാവരും യാത്ര ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒത്തിരി കാലങ്ങൾക്ക് അപ്പുറത്ത് നിന്നാണ് ആ കുഞ്ഞ് ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിലേക്ക് വരുന്നത്. മറിയത്തെക്കുറിച്ച് എഴുതപ്പെട്ട അതീവ ലാവണ്യമുള്ളൊരു കുറിപ്പിൻ്റെ ഒടുവിൽ പറയുന്ന കണക്ക്, തൻ്റെ കൈക്കുമ്പിളിലെ കുഞ്ഞിനെ ഇങ്ങനെ വിസ്മയത്തോട് നോക്കിക്കൊണ്ട് ഒരു ഗ്രാമീണ സ്ത്രീ ചോദിക്കുകയാണ്, കുഞ്ഞെ, നീ സഞ്ചരിച്ച ദൂരം. വളരെയേറെ അഗാധമായ, വളരെ അടരുകളുള്ള ഒരു ചെറിയ വാചകമാണത്. കുഞ്ഞെ, നീ സഞ്ചരിച്ച ദൂരം. അത്രയും ദൂരം സഞ്ചരിച്ചവനെ കാണാനായിട്ട് തൊട്ടടുത്ത് നിന്നും അകലെ നിന്നുമൊക്കെ ചിലരൊക്കെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആട്ടിടയന്മാരാ തങ്ങളുടെ ആടുകളെ വിശ്രമിക്കാൻ അനുവദിച്ചുകൊണ്ട് അവയ്ക്ക് ഉറങ്ങാതെ കാവലിരിക്കുന്ന ചില മനുഷ്യർ. അവരുടെ അടുക്കലേക്ക് മാലാഖമാർ ദൂത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ക്ഷണം കേട്ട് ഒരു വളരെ വേഗത്തിൽ ആ മലഞ്ചെരുവിലുള്ള പുൽത്തൊട്ടിയിലേക്കൊക്കെ ഓടിപ്പോവുകയാണ്. പിന്നെ കുറേ അധികം കാലങ്ങൾക്ക് അപ്പുറത്ത് നിന്ന് ആകാശത്ത് കണ്ട അസാധാരണമായ നക്ഷത്രത്തിൻ്റെ വെളിച്ചം കണ്ട് അതിനെ പിഞ്ചെന്ന് ജ്ഞാനികളും പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഒടുവിൽ ഈ ബെത്ലഹേമിലേക്ക് എത്തണം. സത്യത്തെ തെരഞ്ഞു പോകുന്നവർ, സ്നേഹത്തെ തെരഞ്ഞു പോകുന്നവർ, നീതി അന്വേഷിച്ചു പോകുന്നവർക്കൊക്കെ ഈ പുൽത്തൊട്ടിയിലേക്ക് വരാതിരിക്കാനായിട്ട് തരമില്ല. കുറെ കൂടി ഈ പുൽത്തൊട്ടിയിലേക്ക് വരാനായിട്ട് എന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ ക്രിസ്മസും. നിർഭാഗ്യവശാൽ ഇപ്പോൾ ക്രിസ്മസുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന, ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നമ്മൾ പുലർത്തുന്ന പല കാര്യങ്ങൾക്കകത്തും അത്തരം ചില സൂചന ഇല്ലാത്ത പോകുന്ന കഷ്ടമാണ്. കുറെ കൂടി അഗാധമായ സമർപ്പണം, കുറെ കൂടി അവിടുത്തെ പാദങ്ങളിലേക്ക് എത്താനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. രണ്ടു കൂട്ടരാണ് ആ ക്രിസ്തുവിൻ്റെ ആ തൊഴുത്തിൽ, ആ ക്രിസ്തുവിന് പിറവി കൊടുത്ത ആ തൊഴുത്തിൽ അവൻ്റെ പിറവിക്ക് കാവലായിട്ട് നിൽക്കുന്നത്. ആദ്യത്തേത് നേരത്തെ സൂചിപ്പിച്ചാണ് കാട്ടിടയന്മാരാണ്. രണ്ടാമത്തത് ജ്ഞാനികളാണ്. രണ്ടു കൂട്ടരും രണ്ട് തരത്തിൽ ഉള്ള ദൈവാന്വേഷണത്തിൻ്റെ ഒക്കെ സൂചനകൾ നമുക്ക് വെച്ച് നീട്ടുന്നത്. അവരെ പിന്നീട് ഓർമ്മിച്ചുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, ദൈവരാജ്യം വയലിൽ കിളക്കാൻ പോയവൻ കണ്ടെത്തിയ നിധിക്ക് തുല്യമാണ്. അതിവിശിഷ്ടമായ ഒരു നിധി കണ്ടെത്തുമ്പോൾ, അമൂല്യമായ ആ നിധി അവൻ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പിന്നീട് അയാൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ ഇത്തിരി ഇടം സ്വന്തമാക്കുന്നു. അതാദ്യം ഗോപനം ചെയ്തിട്ട് അയാൾ അതൊക്കെ വിറ്റിട്ടാണ് വരുന്നത്. രണ്ടാമത്തത് ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ അമൂല്യമായൊരു മുത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കി രത്നവ്യാപാരിക്ക് തുല്യമാണ്. എവിടെയോ അങ്ങനെ ഒന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അയാൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ആ മുത്ത് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. രണ്ടിടത്തും ഒരു കാര്യം പ്രധാനപ്പെട്ടതാണ്, ഈ കണ്ടെത്തിയ അനുഭവത്തോളം തുല്യമായിട്ട് വിലപിടിപ്പുള്ളതായിട്ട് വേറെ അനുഭവമില്ല. ഏതൊരു അനുഭവത്തിന് ശേഷമാണോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് അനുഭവപ്പെടുന്നത്, ആ അനുഭവത്തെ വിളിക്കേണ്ട വാക്കാണ് ദൈവമെന്ന് മരുഭൂമിയിലെ പിതാക്കന്മാർ പറയുന്നുണ്ട്. ഏതൊരു അനുഭവത്തിന് ശേഷമാണോ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമാണെന്ന് വെളിപ്പെട്ട് കിട്ടുന്നത്, ആ അനുഭവത്തെ വിളിക്കേണ്ട വാക്കാണ് ദൈവം. അതോടുകൂടി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇടമില്ലാതെ ആകുന്നു. പരിഭവങ്ങൾക്ക്, നെട്ടോട്ടങ്ങൾക്ക്, മത്സരങ്ങൾക്ക്, താരതമ്യങ്ങൾക്കൊക്കെ ഇടമില്ലാത്ത വിധത്തിൽ ഒരാളിങ്ങനെ പൂർണ്ണസംതൃപ്തിയിലേക്ക് വരുന്ന അനുഭവത്തിൻ്റെ പേരാണ് ദൈവാനുഭവം. ഹാഫിസ് എന്ന് പറയുന്ന സൂഫി ഗുരുവിനെ കുറിച്ച് അങ്ങനെ ഒരു ചരിത്രമുണ്ട്. മിസ്റ്റിക്കാണ് ഈ മനുഷ്യൻ. വളരെയേറെ പ്രണയഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു റൊട്ടിക്കച്ചവടക്കാരൻ്റെ കടയിലെ സഹായിയായിരുന്നു ഇയാൾ. ഒരു ദിവസം വളരെ ധനാഢ്യനായൊരു മനുഷ്യൻ്റെ വീട്ടിൽ ഇങ്ങനെ അപ്പം കൊടുക്കാനായിട്ട് ചെല്ലുമ്പോൾ മട്ടുപ്പാവിൽ ഒരേ ഒരു നിമിഷം ഇങ്ങനെ വളരെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഇയാൾ കണ്ടു. പിന്നെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ഇങ്ങനെ കല്യാണം നിശ്ചയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയായത്. അവളെ കാണാനുള്ള ഇയാളുടെ ശ്രമങ്ങളൊക്കെ എല്ലാ വിധത്തിലും പാഴായിപ്പോയി. പിന്നീട് ഒരിക്കലും അയാൾ അവളെ കാണുന്നില്ല. എന്നിട്ട് അവളെ ഓർത്ത് ഈ മനുഷ്യൻ ഇങ്ങനെ കവിത കുറിക്കുക. എന്നിട്ടും ഇവൾക്ക് എന്തൊക്കെയായിട്ടും ഈ പെൺകുട്ടിയെ മറക്കാൻ പറ്റാതെ പോകുമ്പോൾ, അവളെ സ്വന്തമാക്കി പറ്റി തീരുമ്പോൾ അയാൾ കഠിന നിഷ്ഠകളിലേക്ക് പോകാൻ പോവുകയാണ്. ആ നാടിൻ്റെ ഒരു വിശ്വാസമുണ്ടായിരുന്നു, വളരെ പുണ്യപ്പെട്ട ഒരു വിശുദ്ധൻ്റെ സമാധിയിൽ 40 ദിവസം ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരുന്ന, പട്ടിണി കിടന്നിരുന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഒരു വിശ്വാസം നാട്ടിലുണ്ടായിരുന്നു. അവരുടെ ഹാഫിസ് 40 ദിവസം പട്ടിണി കിടക്കുക. ആ 40 ദിവസത്തിൻ്റെ പട്ടിണിക്ക് ശേഷം ദൈവത്തിൻ്റെ ദൂതുമായിട്ട് ഗബ്രിയേൽ മാലാഖ ഇയാളെ തേടി വരികയാണ്. എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണമെന്നും പോലും ഒരു അമ്പരന്ന് ഈ മനുഷ്യൻ നിൽക്കുക. കാരണം അത്രയും സൗന്ദര്യമുള്ളൊരു മാലാഖയാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഇത്രയും അഴകുണ്ടെങ്കിൽ അത് ആ ദൈവം എന്ന് പറയുന്നത് എത്ര അഴകുള്ളതായിരിക്കുമെന്നൊക്കെ ഓർത്തിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ കണ്ണു നിറഞ്ഞ് പിന്നെ മൊഹാലസ്യപ്പെട്ടും വീഴുകയും
അതിനുശേഷം പിന്നീട് അയാൾ ഭൂമിയിലെ സൗന്ദര്യങ്ങൾ മറന്നുപോയി. അയാൾ പിന്നീടൊക്കെ എഴുതുന്നത് ഒരിക്കൽ ഒരു ഗ്ലിംസെങ്കിലും തനിക്ക് കിട്ടിയ ആ ദൈവാനുഭവം എന്ന് പറയുന്ന സൗന്ദര്യത്തിന്റെ വാഴ്ത്തായിരുന്നു. അയാൾ പിന്നീട് എഴുതിയ എല്ലാ പ്രണയ കവിതകളും ദൈവത്തിന് വേണ്ടിയായിരുന്നു, ദൈവത്തെക്കുറിച്ചായിരുന്നു. അപ്പൊ എന്തിനു ശേഷമാണോ ബാക്കിയുള്ളതൊക്കെ ചെറുതെന്ന് അനുഭവപ്പെടുന്നത്, ആ വലിയ അനുഭവത്തിന്റെ പേരാണ് ദൈവാനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തു എന്ന് നമ്മളതിന് പേരിടുന്നു. ഇതിലേക്ക് എത്താനായിട്ടുള്ള 2 വഴികളാണ് നമ്മുടെ മുമ്പുള്ള സൂചനകൾ. ആദ്യത്തേത് ആ കിളക്കാൻ പോയവൻ കണ്ടെത്തിയ നിധി. എന്താണ് അതിൻ്റെ അർത്ഥം? കാര്യമായ അന്വേഷണങ്ങളിലൊന്നും ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കുന്നില്ല. എന്നിട്ട് പോലും നമ്മുടെ സരള ജീവിതത്തിന്റെ അടിത്തട്ടുകളിൽ എവിടെയോ, ഉള്ളടരുകളിൽ എവിടെയായിട്ട് ഈ നിധി കാത്തു കിടപ്പുണ്ട്. അതൊരു ക്രിസ്തുവിന്റെ നാടിന് മനസ്സിലാകുന്ന ഒരു ബിംബം കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒന്ന് കാര്യം. പലസ്തീനൊക്കെ പറയുന്നത് ആ നിരന്തരമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയ അനിശ്ചിതങ്ങളുണ്ടായിരുന്ന നാടാണ്. നോക്കി നിൽക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് യുദ്ധം പൊട്ടിപ്പുറപ്പെടും, അരാജകത്വം ഉണ്ടാകും, ആൾക്കാർക്ക് ഇങ്ങനെ നാട് വിട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തങ്ങളുടെ സ്വത്ത് സൂക്ഷിക്കാനായിട്ട്, അതാരും കവർന്നുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ഗ്രാമീണ മനസ്സ് കണ്ടെത്തിയ വലിയൊരു പോംവഴി എന്ന് പറയുന്നത് ഇതിങ്ങനെ വളരെ ആഴത്തിൽ കുഴിച്ചിടുക എന്നുള്ള. താലന്തിന്റെ ഉപമയൊക്കെ നമ്മൾ വായിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അയാളുടെ സ്വത്ത് കുഴിച്ചിടുന്നതൊക്കെ ആയിട്ട്, അയാൾക്ക് നൽകിയ പൊന്നാണയം കുഴിച്ചിടുന്നതൊക്കെ ആയിട്ട് നമ്മൾ വായിക്കുന്നത് ഈ പശ്ചാത്തലത്തിനകത്ത്. ചിലപ്പോൾ ഈ യുദ്ധത്തിൽ ഈ കുഴിച്ചിട്ട വ്യക്തി മരിച്ചു പോയെന്നിരിക്കാം, അല്ലെങ്കിൽ തിരികെ വരുമ്പോൾ അത്രയും മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് എവിടെയാണ് ഇത് കുഴിച്ചിട്ടെന്ന് അറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ അയാൾ വലിയ പരിങ്ങലിലായിരിക്കാം. എന്തുമാവട്ടെ, പലപ്പോഴും ഈ കുഴിച്ചിട്ട വ്യക്തികൾക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല. എങ്ങനെയോ മറ്റാരുടെ ജീവിതത്തിന്റെ ഗതിയെ മാറ്റാനായിട്ട് ഈ നിധി ഇങ്ങനെ കാത്തു കിടക്കുക. അതുപോലെ ഒരാൾ വയലിൽ കിളക്കാനായിട്ട് പോവുകയാണ്. ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, ഇങ്ങനെ മേൽത്തട്ടിൽ കളച്ചവർക്ക് ഒരിക്കലും നിധി കിട്ടിയിട്ടില്ല. കാരണം ഏതൊരാൾക്കും മനസ്സിലാവുന്ന കണക്ക് ഇന്നോളം ഭൂമിയിലുള്ള എല്ലാ നിധികളും മനുഷ്യൻ കുഴിച്ചിടുന്ന വളരെ ആഴത്തിലാണ്. നിധി എന്ന് പറയുന്നത് കിളക്കുമ്പോൾ കാണാൻ വേണ്ടിയല്ല, കിളക്കുമ്പോൾ കാണാതിരിക്കാൻ വേണ്ടിയാ. അത്രയും അഗാധത്തിലായിട്ടാണ് ഇതിങ്ങനെ കുഴിച്ചിടുക. അതിന്റെ അർത്ഥം വളരെ സരളമായിട്ട്, ഇങ്ങനെ വളരെ ലളിതമായിട്ട് മീതേമൊക്കെ ജീവിക്കുന്നവരാ, വളരെ ഉപരിതലത്തിൽ ജീവിക്കുന്നവരാ, ഒരിക്കലും ഇങ്ങനെ ആഴങ്ങളിലേക്ക് പോകാത്തവരാ. അവരൊക്കെ ഈ നിധിയെ, ക്രിസ്തു എന്ന് പറയുന്ന നിധിയെ കണ്ടെത്തുന്നതിനെ കുറിച്ച് നമുക്ക് ആവശ്യമുള്ള സന്ദേഹമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ആ ക്രിസ്തു തന്റെ ശിഷ്യരെയൊക്കെ വിളിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, വരിക നമുക്ക് ആഴങ്ങളിലേക്ക് വിലറിയാം. എന്തിനേയും ആഴമുള്ള അനുഭവങ്ങൾക്കകത്ത് തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയവർക്ക് വേണ്ടി കാത്തുകിടക്കുന്ന നിധിയാണിത്. അതിനെങ്ങനെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിന്റെ അഗാധങ്ങളിൽ എവിടെയോ ഈ നിധി നിങ്ങളെ കാത്തു കിടപ്പുണ്ട്. വലിയ ഒരു സന്തോഷ വാർത്ത ഇതാണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിട്ടുന്ന മിക്കവാറും മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ വളരെ ആഴമായിട്ട് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. നിശ്ചയമായിട്ടും അവർ ഈ നിധിയെ കണ്ടെത്തും, ഒരു സംശയമില്ല. എല്ലായിടത്തുമുണ്ട് അങ്ങനെ തങ്ങളുടെ ജീവിതത്തെ ഈ ആഴത്തിലെടുക്കുന്നു. എന്താ ഈ ആഴത്തിലെടുക്കുക എന്ന് പറയുന്നതിനർത്ഥം? അങ്ങനെ വളരെ ബോധപൂർവം ചില കാര്യങ്ങൾ ഏർപ്പെടാന്നുള്ള, ഏകാഗ്രത ചില കാര്യങ്ങൾ ഏർപ്പെടാന്നുള്ള. പണ്ടൊക്കെ ഒരുപക്ഷെ അത്രയും മനുഷ്യരുടെ എണ്ണം ഇത്രയും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാവട്ടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കുക. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്ത് വളരെ ഏകാഗ്രതയും ബോധവും ഒക്കെ പുലർത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ഇത്തരം ദൈവാന്വേഷണവും ദൈവാനുഭവവും ഒക്കെ. ആ ബുദ്ധന്റെ കാര്യത്തിൽ തന്നെ പറയുന്ന കണക്ക് ഒരു ചെരുപ്പൂത്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബുദ്ധൻ പറയുന്നുണ്ട്, ഇവൻ നിശ്ചയമായിട്ട് സാധനയിലേക്ക് വരേണ്ട ഒരാളാണ്, ഇവൻ നിശ്ചയമായിട്ടും ആത്മീയശിക്ഷണത്തോട്ട് വരേണ്ട ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബുദ്ധന്റെ കൂടെ നടക്കുന്നവർ അമ്പരക്കുന്നുണ്ട്, എന്ത് പ്രത്യേകത അങ്ങ് അവനിൽ കണ്ടത്? അതിന് കാരണമായിട്ട് ബുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, രാജാവിന്റെ വലിയ ഘോഷയാത്ര ഈ തെരുവീതിയിൽ നടന്നു പോകുമ്പോഴും അവൻ ആ ചെരുപ്പിന്റെ വാറുകൾ ഇങ്ങനെ കുത്തിത്തുന്നിക്കൊണ്ടിരിക്കുക. അയാൾ തല ഉയർത്തിയിട്ടില്ല. ഇത്രയും ഏകാഗ്രതയോടും ശ്രദ്ധയോടും കൂടി ഒരു കാര്യം ചെയ്യുന്ന ആള് നിശ്ചയമായിട്ടും ആത്മീയ ശിക്ഷണത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരാളാണ്. അപ്പം അത് തന്നെയാണ് അതിൻ്റെ ഒരു ബേസ്. എന്തിനേയും കുറെ കൂടി ഇങ്ങനെ ആഴത്തിലും അവബോധത്തിലും ജീവിക്കാനായിട്ട് താല്പര്യമുള്ളവരുടെ വഴികളിൽ നിശ്ചയമായിട്ടും ഇത്തരം ദൈവാനുഭവങ്ങൾ കാത്തു കിടപ്പുണ്ട്. ഒരു കണ്ട കാഴ്ച ഇങ്ങനെയാണ്, പുഴയോരത്ത് നിൽക്കുമ്പോൾ ഒരു കൊച്ചുവഞ്ചിയിൽ ഒരാളിങ്ങനെ വലയിട്ടുകൊണ്ടിരിക്കുക. കാര്യമായിട്ടൊന്നും തടഞ്ഞിട്ടില്ല. ഇത്തവണ അയാൾ വല എറിഞ്ഞപ്പോൾ സമനം വലിപ്പമുള്ള 4 മാലമീൻ കുരുങ്ങി. മല എന്നൊക്കെ പറയുന്ന ഈ കണമ്പിൻ്റെയൊക്കെ കുടുംബത്തിൽപ്പെട്ട ഒന്ന്. സമനം വലിപ്പമുണ്ട്, നല്ല രുചിയുള്ളതാണ്, വിലയുണ്ട്. എന്നിട്ട് ഈ മീനുകളെയൊക്കെ ഇങ്ങനെ അടർത്തി ഈ വഞ്ചിയിലോട്ട് ഇട്ടിട്ട് ഒരു മീനെടുത്ത് ഒരാൾ തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയ, എന്നിട്ട് പതുക്കെ അതിനെ വീണ്ടും പുഴയിലേക്ക് ഇട്ടു. ഇത്തിരി നേരം വെള്ളത്തിൽ മാറിയുന്നൊരു പരിങ്ങളോടുകൂടി അത് ആദ്യം ഒന്ന് മേൽത്തട്ടിലൊന്ന് ചലിച്ചു, പിന്നെ ആ മുങ്ങാങ്കുഴിട്ട് താഴേക്ക് പോവുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് കണ്ടു നിൽക്കുന്ന നമുക്കൊരു ചെറിയ കൗതുകം വരുന്നുണ്ട്. വിളിച്ചു ചോദിച്ചു, എന്തേ ഇങ്ങനെ? അപ്പോൾ തലപോലും ഉയർത്താതെ ആ മനുഷ്യൻ വളരെ സാധാരണമായൊരു കാര്യം പറയുന്നതൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വലിയൊരു കാര്യം ചെയ്യാത്ത മട്ടിൽ ഇങ്ങനെ പറഞ്ഞു, അതിനെന്തോ പൊളവം കടിച്ച കണക്ക് തോന്നുന്നു. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടുന്ന 4 മാലമീൻ, അതിലൊന്നിനെ പൊളവം കടിച്ചതിന്റെ പേരിൽ വീണ്ടും പുഴയിലേക്ക് വലിച്ചെറിയുന്ന ഈ മനുഷ്യൻ നമ്മൾ എന്തെന്ന് പേരിടണം?
ഈ മനുഷ്യനെ എന്തുമാത്രം നമ്മൾ ആദരിക്കണം. അന്തിക്ക് ഇത് വിറ്റിട്ട് അത്താഴത്തിനുള്ള അരി കണ്ടെത്തേണ്ട മനുഷ്യനായത്. അതിനുവേണ്ടി മാത്രം ഇങ്ങനെ വലയെറിയുന്ന ഒരാൾ ഇത്രയും നൈതികം, ഇത്രയും നീതിബോധം, ഇത്രയും ആർജവും, ഇത്രയും നന്മ, ഇത്രയും ആഴമൊന്നും പുലർത്തേണ്ട കാര്യമില്ല. പൊതുവെ പുളവൻ എന്ന് പറയുന്നത് ഇങ്ങനെ വിഷമില്ലാത്തൊരു ജീവിയാണ്. ഇനി അഥവാ ഈ പുളവൻ കടിച്ചതിന് വിഷമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ മീനൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് കറി വെക്കുന്നത്. അങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾ ഇയാൾക്ക് ചിന്തിക്കാമായിരുന്നു. എന്തോ അത്തരം ചിന്തകളൊന്നും കൂടാതെ, അത്തരം വ്യാഖ്യാനങ്ങളൊന്നും കൂടാതെ ഈ പുളവൻ കടിച്ചു എന്ന് തനിക്ക് സംശയമുള്ള മീൻ വിൽക്കാൻ പാടില്ലെന്ന് ഈ മനുഷ്യൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് ജീവിതത്തെ ആഴമായിട്ട് എടുക്കുന്ന മനുഷ്യര്. നമ്മുടെ കാലത്തിൽ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ഇങ്ങനെ വിഷമൊക്കെ പടർത്താനായിട്ട് മനുഷ്യർ ബോധപൂർവം ശ്രമിക്കുന്ന അറിയുമ്പോൾ ഇത്തരം ചില മനുഷ്യരുടെ സൂചനകൾ ഒരു സുവിശേഷ കണക്ക് നമ്മൾ പറയേണ്ടതല്ലേ? അപ്പോൾ എന്തിനേയും ഇങ്ങനെ ആഴത്തിലെടുക്കുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് നിശ്ചയമായിട്ടും തങ്ങളുടെ വഴികളിൽ ഈ ദൈവാനുഭവത്തിന്റെ ആ ഒരു പ്രകാശം, ആ ദൈവാനുഭവത്തിന്റെ ഒരു ദിശാബോധമൊക്കെ കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ സൂചന. വയലിൽ കിളക്കാനായിട്ട് പോയവൻ നിശ്ചയമായിട്ട് ആ കിളക്കാനുള്ള വാക്ക് പോലും ഉപയോഗിക്കണ്ട. എനിക്ക് തോന്നുന്നു അയാൾ കിളക്കുകയായിരുന്നില്ല, ഖനനം ചെയ്യുക. എന്നുമുണ്ട് ഏതൊരു മനുഷ്യന് മുമ്പ് രണ്ട് സാധ്യതകൾ. ഒന്നെങ്കിൽ അയാൾക്ക് ജീവിതത്തിന്റെ മേൽത്തട്ടിൽ ഇങ്ങനെ കളച്ചു പോകാം, ഇല്ലെങ്കിൽ അഗാധങ്ങളിലോട്ട് ഖനനം ചെയ്യാം. അതിനുവേണ്ടി അയാൾ കൊടുത്ത വില കൂടി നമ്മൾ പരിശോധിക്കണം. അയാൾ തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് ഈ നിധിയുണ്ടെന്ന് കരുതുന്ന ആ ഇത്തിരി മണ്ണ് സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. സ്വാഭാവികമായിട്ട് അയാളുടെ കാലം അയാൾ എന്തുമാത്രം പരിഹസിച്ചിട്ടുണ്ടാവും. ഇതുതന്നെയാണ് എല്ലാ കാലങ്ങളിലും സംഭവിക്കുക. ജീവിതത്തിൽ അഗാധമായ ചില കണ്ടെത്തലുകളിലേക്ക് പ്രവേശിച്ച മനുഷ്യർ, സ്നേഹം കണ്ടെത്തിയവര്, നന്മ കണ്ടെത്തിയവര്, ദൈവാനുഭവം കണ്ടെത്തിയവര്, അവർ കൊടുക്കുന്ന ആ കഠിനമായ ആ അനുഭവത്തിനോട് അവർ കൊടുക്കുന്ന കഠിനമായ വിലകൾ അവരുടെ ജീവിതത്തെ ഏതാണ്ടൊരു പോഴത്തരമായിട്ട് വ്യാഖ്യാനിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. ജീവിക്കുന്ന കാലത്തൊക്കെ അവരെ ചിലർ ഗോമാളികളായിട്ട് എണ്ണുന്നുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കണം അസിസിലെ ഫ്രാൻസൊക്കെ തന്നെ വിളിക്കുന്ന ഗോഡ്സ് ഓൺ ഫൂൾ എന്ന, ദൈവത്തിന്റെ കോമാളി എന്ന. കാരണം ഇത് കണ്ടെത്തിയ അനുഭവത്തിന് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ചൊരു മനുഷ്യന്റെ പേരാണ് അസിസിലെ ഫ്രാൻസിസ്. നമുക്ക് ഒരു ചങ്ങാതിയുണ്ട്, ഏതാണ്ട് 1 ലക്ഷത്തിലേറെ രൂപ ശമ്പളം പുറത്ത് കെട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ്. എന്നിട്ടും പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ മതിയാക്കി തൻ്റെ 3 ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് അയാൾ നാട്ടിൽ വന്നിട്ട് കയർ ഫാക്ടറി ആരംഭിച്ചിട്ടുണ്ട്. അയാൾ കൂടി നിന്ന് പണി ചെയ്യുന്നുണ്ട്. കഷ്ടിച്ച് ഒരു 1000-2000 രൂപയൊക്കെ ലാഭം അയാൾക്ക് ഒരാഴ്ച കിട്ടുന്നുണ്ടാവും. അയാളോട് ഇത് പറയാത്ത ആരുമില്ല. എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, നീ കാണിച്ച പോഴത്തര. ഇത്രയുമൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് എന്തിനാ ഇങ്ങനെ കൂലിപ്പണി ചെയ്യേണ്ടത്? അയാൾ വെറുതെ ഒരു പുഞ്ചിരിയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആര് പറയുമ്പോഴും കേട്ട് നിൽക്കുക. ഇത്രയും സാത്വികമായ ഒരു മനുഷ്യനാണ്. പക്ഷെ അപൂർവം ചിലരോട് അയാൾ എന്തുകൊണ്ട് വന്നു എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ കാരണം ഇങ്ങനെയാണ്. ചെറിയ കുട്ടികളാണ്, 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുവാ. ഇവരിങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഇയാൾക്കൊരു കുഞ്ഞ് വിഷമം വരുന്നത്. ഇവർക്കിങ്ങനെ ക്രിസ്തുവിനിണങ്ങിയ കുഞ്ഞുങ്ങളായിട്ട് വളർത്താനായിട്ട്, ഇവരെ ക്രിസ്തുവിനിണങ്ങിയ കുഞ്ഞുങ്ങളായിട്ട് വളർത്താനായിട്ട്, സനാതന മൂല്യങ്ങൾക്കിണങ്ങിയ കുഞ്ഞുങ്ങളായിട്ട് വളർത്താനായിട്ട് പറ്റുന്ന പാങ്ങോ പരുവോ ഉള്ളൊരു നാട്ടിലല്ല താൻ നിൽക്കുന്നത്. തനിക്ക് നിയന്ത്രിക്കാനാവാത്ത ഒത്തിരി ഘടകങ്ങളുള്ളൊരു നാടാണ് അത്. അതുകൊണ്ട് പിന്നെ ഒന്നും ചിന്തിച്ചില്ല, വെറുതെ ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഇങ്ങനെ പോരുക നാട്ടിലേക്ക്. തങ്ങളുടെ കാലത്ത് ഇത്തരം ചില അപകടകരമായ തീരുമാനങ്ങൾ എടുക്കുന്ന കുറെ അധികം മനുഷ്യർ, അല്ലെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർ ഈ 12,000 വർഷങ്ങൾക്കിടയിൽ ഭൂമി മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചിരുന്ന പേരിൽ അറിയപ്പെടുന്നില്ലേ? അപ്പോൾ അതാണ് തങ്ങളുടെ കാലത്ത് ഇങ്ങനെ വളരെ അപഹാസ്യരാകുന്ന ചില മനുഷ്യർ. രണ്ടാമത്തത് രത്നവ്യാപാരി അന്വേഷിച്ചു പോകുന്ന ആ അപൂർവ മുത്ത്. ജ്ഞാനികളുടെ ഒരു ജീവിതക്രമം അത്. ആദ്യത്തേത് സാധാരണ ജീവിതത്തിന്റെ വഴിയിൽ നിന്ന് തെളിഞ്ഞു കിട്ടുമ്പോൾ ഇത് ഒത്തിരി അന്വേഷണങ്ങൾക്ക് ശേഷം വരുന്നത്. വായനയിൽ താല്പര്യമുള്ളവർ, ഇങ്ങനെ സ്വന്തമായ രീതിയിൽ അന്വേഷണങ്ങളിൽ ഏർപ്പെടുന്നവർ, ഗുരുക്കന്മാരെ സന്ദർശിക്കുന്നവർ, സത്സംഗങ്ങളിൽ പങ്കുചേരുന്നവർ, ഭൂമിയുടെ പുരാതനവും ആഴവുമുള്ളമായ ഗ്രന്ഥങ്ങളിലൂടെ തങ്ങളെ തന്നെ സഞ്ചരിക്കാനായിട്ട് അനുവദിക്കുന്നവർ, ഇവരൊക്കെ പെടുന്ന രണ്ടാമത്തെ ഒരു ശ്രേണിയുണ്ട്, സത്യാന്വേഷകർ. ഒരുതരം ശ്രേണി. അവർക്കറിയാം എവിടെയോ അമൂല്യമായൊരു മുത്തുണ്ട്. ഇതിന്റെ അർത്ഥം തങ്ങൾ കണ്ടുമുട്ടിയ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മുത്തല്ലെന്നുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, ബാക്കിയുള്ളതൊക്കെ മുത്ത. എന്താ ഈ മുത്തെന്നൊക്കെ പറയുന്നത്? മുത്തിന് വില എന്നുള്ളത് മാത്രമല്ല, മോസ്റ്റ് ലവ്ലി തിങ് എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുക. ഏറ്റവും അഴകുള്ള ഒന്നാണ് മുത്ത്. അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ അഴകാണ്. അങ്ങനെയെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ മുത്തുകൾ തന്നെ എല്ലാത്തിനും അഴകുണ്ട്. ഒരു നല്ലൊരു സൗഹൃദത്തിന് അഴകില്ലേ? വായിക്കുന്നൊരു പുസ്തകത്തിന് അഴകില്ലേ? നിങ്ങൾ ഏർപ്പെടുന്നൊരു കലക്ക് അഴകില്ലേ? എല്ലാത്തിനും അഴകുണ്ട്. പക്ഷെ എന്നിട്ടും ഹാഫിസൊക്കെ തിരിച്ചറിയുന്ന കണക്ക് ഈ അഴകുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ ഇത് അത്ര അഴകുള്ളതല്ല. ഇതിനെ ഒന്ന് നിസ്സാരമായിട്ട് എണ്ണുകയോ ഇത് അഴകില്ലാത്തതാണെന്നോ ഒന്നുമല്ല പറയുന്നത്. പക്ഷെ ഇതുമായിട്ട് തുല്യം ചെയ്യുമ്പോൾ അത് ചെറുതാണ്. അതുകൊണ്ട് തന്നെ
ഈ മുത്തുകളെല്ലാം വിറ്റിട്ട് ഈ പറയുന്ന ഒരു മുത്തിൻ്റെ പിന്നാലെ ഇത് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. സുവിശേഷം മുഴുവൻ ഉള്ള മനുഷ്യരെ വേണമെങ്കിൽ ഈ 2 കാറ്റഗറിയിലായിട്ട് നമുക്ക് തിരിക്കാം. ഒന്നെങ്കിൽ ഈ രത്നവ്യാപാരി കണ്ടെത്തിയ മുത്ത് കണക്ക് ക്രിസ്തുവിനെ കണ്ടെത്തിയവര്, അല്ലെങ്കിൽ വയലിൽ കിളക്കാൻ പോയവൻ കണ്ടെത്തിയ നിധി. എല്ലാവർക്കും ഏതെങ്കിലും ഒരു ടൈറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നേ ഉള്ളൂ. ഉദാഹരണത്തിനായിട്ട് സമരിയാക്കാരി സ്ത്രീ എന്നൊക്കെ പറയുന്നത് ആയത്ത് തന്നെ. വയലിൽ കിളക്കാൻ പോയവൻ കണ്ടെത്തിയ നിധി. വെള്ളം കോരാനായിട്ട് വന്നൊരു സ്ത്രീയുടെ ആ വഴിയിൽ, ആ ഗ്രാമത്തിലെ കിണറിൻ്റെ ചുവട്ടിൽ ഒരാൾ കാത്തിരിപ്പുണ്ട്. അവൾ സാധാരണ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ആരോ ഒരുവൾ അവൾക്ക് വേണ്ടി തെളിഞ്ഞു നിൽപ്പുണ്ട്. അവളുടെ ജീവിതത്തിൽ നിധി. ആ നിധിയെ കണ്ടെത്തിയപ്പോഴാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്, വെള്ളം കോരാൻ വന്ന ആ സ്ത്രീ താൻ വെള്ളം കോരി വെച്ചിരുന്ന കുടം പോലും എടുക്കാതെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒന്ന് ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതോടുകൂടി ഈ അനുദിന ജീവിതത്തിന് മീതെയുള്ള അവളുടെ വ്യാകുലതകളും അവളുടെ ഭയാശങ്കകളും ഒക്കെ തീരെ ഇല്ലാതെയാവുകയാണ്. പിന്നീട് അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നമ്മൾ നിക്കോദേമോസിനെ കുറിച്ച് വായിച്ചു കേൾക്കുന്നുണ്ട്. രാത്രികളിൽ അവിടുത്തെ പോയി കണ്ട മനുഷ്യനൊക്കെയാണ് ബൈബിൾ രേഖപ്പെടുത്തുക. രാത്രികൾ അവിടുത്തെ പോയി കണ്ടു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭീരുവായതുകൊണ്ട് മാത്രമല്ല, അങ്ങനെയും ചില കാരണങ്ങളൊക്കെ അതിൻ്റെ മീതെ ആരോപിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല നിക്കോദേമോസ് ഭീരുവായൊരു മനുഷ്യനാണെന്ന്. ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ ആ ക്രിസ്തുവിന് വേണ്ടി വന്നിട്ട് ക്രിസ്തുവിൻ്റെ മൃതശരീരം അടക്കം ചെയ്യാമെന്നും അതിനു മീതെ ലേപനം ചെയ്യാൻ വരുന്നതും അവൻ്റെ മൃതശരീരം ചോദിച്ചു വാങ്ങുന്നതും ഒക്കെ നിക്കോദേമോസും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഭീരുവായ മനുഷ്യനല്ല, മറിച്ച് ഈ പറഞ്ഞ ജ്ഞാനികളുടെ മാർഗം. രാത്രികാലം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വലിയ ദീർഘമായ സംവാദങ്ങൾക്കും ദീർഘമായ ചർച്ചകൾക്കും വേണ്ടിയൊക്കെ ആ ഗുരുക്കന്മാർ മാറ്റിവെച്ചിരുന്ന കാലമാണ്. ആ രാത്രി മുഴുവൻ ഇരുന്ന് ഇവരിങ്ങനെ സംവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ എത്താം. വലിയ പ്രകാശത്തിലോട്ട് ക്രിസ്തു കൂട്ടിക്കൊണ്ടു പോവുകയാണ്, ആ നക്ഷത്രം കൂട്ടിക്കൊണ്ടു പോകുന്ന കണക്ക്. അങ്ങനെ ആ സമരിയാക്കാരുടെ വഴിയും നിക്കോദേമോസിന്റെ വഴിയും കൂടി ചേർന്നിട്ടാണ് സുവിശേഷം പൂർണ്ണമാകുക. എല്ലാവരും ഇതിനോട് ചേർന്ന് നിൽപ്പുണ്ട്. പത്രോസൊക്കെ കണ്ടെത്തിയ ദൈവരാജ്യാനുഭവം എന്നൊക്കെ പറയുന്നത് നിശ്ചയമായിട്ടും വയലിൽ കളക്കുന്ന ഒരാൾ കണ്ടെത്തിയ നിധി കണക്കാണ്. മീൻ പിടിച്ചിരിക്കുന്നവരുടെ അടുക്കലേക്ക് ക്രിസ്തു വരിക. എന്നാൽ പൗലോസ് കണ്ടെത്തിയ ദൈവരാജ്യാനുഭവം നിശ്ചയമായിട്ടും ജ്ഞാനികൾ പിന്തിരിഞ്ഞ നക്ഷത്രം കണക്കോ അല്ലെങ്കിൽ രത്നവ്യാപാരി കണ്ടെത്തിയ മുത്ത് കണക്കാണ്. കാരണം ഒത്തിരി അലഞ്ഞും ഒത്തിരി പഠിച്ചും ഒത്തിരി പോരാടിയും ഒക്കെയാണ് ഒടുവിൽ അയാൾ ആ സന്നിധിയിലേക്ക് എത്തുക. അപ്പോൾ എന്നും ഉണ്ടാവും ആ ക്രിസ്തുവിൻ്റെ പാദത്തിലേക്ക് മനുഷ്യരുടെ 2 വേറിട്ട വഴികൾ. ആദ്യത്തേത് സരള ജീവിതത്തിൻ്റെ വഴികളിൽ വളരെ തെളിഞ്ഞു കിട്ടുന്ന ഒരു നിധിയുടെ അനുഭവം. 2, ഒത്തിരി അലച്ചിലുകൾക്ക് ശേഷം മനുഷ്യർ കണ്ടെത്തുന്ന ആ വലിയ മുത്ത്, ആ വളരെ പ്രഷ്യസായ പേൾ. എന്തുമാവട്ടെ, ഒടുവിൽ അവനിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്. എന്ത്? പൗലോസ് പറഞ്ഞ കാര്യം അതിതാണ്, അവനെ പ്രതി ബാക്കിയുള്ളതെല്ലാം ഞാൻ കുപ്പയായിട്ടെണ്ണി. അവനെ പ്രതി ബാക്കിയുള്ളതെല്ലാം ഞാൻ കുപ്പയായിട്ടെണ്ണി. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ബാക്കിയുള്ളതിൻ്റെ ഒക്കെ നിസ്സാരത ഓരോ മനുഷ്യർക്കും വെളിപ്പെട്ട് കിട്ടുന്നത്. അവിടെ എത്താത്തിടത്തോളം കാലം നിസ്സാരമായ കാര്യങ്ങൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കരുതി നമ്മൾ സ്വപ്ന ലോകത്തിൽ ജീവിച്ച് വല്ലാതെ നമ്മുടെ ജീവിതത്തെ പാഴാക്കുകയും ചെയ്യുന്നു. പഴയ കഥയാണ്. മാനവരാശിയുമായി ബന്ധപ്പെട്ട നല്ലൊരു ഉപമയായതുകൊണ്ട് അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുക. ഒരമ്മ ജീവിക്കണ മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടിയാണ്. ദരിദ്രയായ സ്ത്രീയാണ്. ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ് തൊട്ട് മുമ്പ് ഒരു ഗുഹ. അതിനകത്ത് ഇങ്ങനെ അപൂർവ രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ ഉണ്ട്. നിനക്കൊരായുസ്സോ എത്ര ആയുസ് ജീവിക്കാനാവുന്നുള്ളതൊക്കെ എടുക്കാം അതിനകത്ത്. പക്ഷെ ഒരിക്കൽ മാത്രം തുറയുകയും അടയുകയും ചെയ്യുന്ന ഗുഹയായത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പുറത്ത് കിടക്കണം. ഗുഹാമുഖം തുറന്നു, ശരിയാണ്, അകത്ത് നിറയെ വജ്രങ്ങളും രത്നങ്ങളോ എല്ലാം ശേഖരിച്ചു. ചെറിയൊരു മണി മുഴങ്ങി, ഗുഹാമുഖം അടഞ്ഞു വരുന്നു. അതിനു മുമ്പ് ചാടി പുറത്ത് കടന്നു. പക്ഷെ അപ്പോഴാണ് വലിയൊരു ഞെട്ടലോടെ ഭാരത്തോടെ തിരിച്ചറിയുന്നത് കുഞ്ഞകത്തായിപ്പോയി. ഇതാണ് മിക്കവാറും പേരുടെ തലവര. അപ്രധാനമെന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോഴാണ്. അല്ലെങ്കിൽ അത്ര അപ്രധാനമായ കാര്യങ്ങളൊന്നുമല്ല. വലിയ കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ പണയം വെച്ചും മറന്നും നമുക്ക് എത്ര കാലം ജീവിക്കാനാവും? അപ്പോൾ എന്തിനെയാണ് നിലനിർത്തേണ്ടത്, എന്തിനെയാണ് കണ്ടെത്തുന്നതൊക്കെ ആ പ്രകാശം കിട്ടാനായിട്ട് ഈ ക്രിസ്മസ് കാലം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം.